ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മകൾക്ക് 2 ആൺമക്കളാണുള്ളത്. മൂത്ത മകൻ ചാക്കോച്ചൻ, ഇളയ മകൻ ചെറിയാച്ചൻ. അവൾക്ക് മൂന്നാമതൊരു കുഞ്ഞും കൂടി ഉണ്ടായി. അത് മോള് മറിയക്കുട്ടി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. പേരൊന്നും ഇട്ടില്ല, എങ്കിലും ഞങ്ങൾ നേരത്തെ കണ്ടുവച്ചിരുന്നത് മോളാകുമ്പോൾ മറിയക്കുട്ടി എന്ന് വിളിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ്. എൻ്റെ അല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളാണിതൊക്കെ. അങ്ങനെ മോളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നതിന് മുൻപേ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മോളുടെ ഇളയ മോൻ, അതായത് ചെറിയ അച്ഛൻ്റെ ബർത്ത്ഡേ 12-ാം തീയതി ആയിരുന്നു. ഈ മാസം 12-ാം തീയതി ആയിരുന്നു. അപ്പോൾ അന്ന് തന്നെ അവൾക്ക് ഡെലിവറി ആയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറുമായി സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞു, ഓക്കെ നമുക്ക് നോക്കാം, ഡേറ്റ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ. ഇനിയും കിടക്കുകയാണ് 2 ആഴ്ചയും കൂടി. എങ്കിലും ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് മോൻ്റെ ബർത്ത്ഡേയുടെ തലേന്ന് തന്നെ അവളെ അഡ്മിറ്റാക്കി. ദൈവകൃപയാൽ മോൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ അവൾക്ക് ഡെലിവറി ആകാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു പൊന്നോമന മറിയക്കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഇത് മൂത്ത മോൻ ചാക്കോച്ചൻ, അവനാണ് കുഞ്ഞിനെ താരാഴ്. അവരുടെയൊക്കെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അവൾ കരയാണ്. പിന്നെ അങ്ങനെ ഇളയ മോനെയും മൂത്ത മോനെയും കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഇളയ മോൻ്റെ ബർത്ത്ഡേ ഹോസ്പിറ്റൽ ബെഡിൽ വെച്ച് തന്നെ ഞങ്ങൾ ആഘോഷിച്ചു. അങ്ങനെ മറിയക്കുട്ടിയുടെയും ചെറിയാച്ചൻ്റെയും ബർത്ത്ഡേ, മറിയക്കുട്ടി അന്ന് അതിൽ ഞങ്ങൾ സംബന്ധിച്ചില്ല. മറിയക്കുട്ടിയുടെയും ചെറിയാച്ചൻ്റെയും ബർത്ത്ഡേ ഞങ്ങൾ ഹോസ്പിറ്റൽ ബെഡിൽ തന്നെ ആഘോഷിച്ചു. അങ്ങനെ സന്തോഷമായിട്ട് ഒരു ദിവസം തന്നെ ആങ്ങളുടെയും പെങ്ങളുടെയും ബർത്ത്ഡേ ആഘോഷിക്കാൻ ദൈവം സഹായിച്ചു എന്ന് വേണം മാത്രം പറയാൻ. അപ്പം ഞങ്ങൾ കണ്ടില്ലേ അവരുടെ ഒരു സന്തോഷവും ബഹളവും ഒക്കെ. അവൻ ചോദിക്കുകയാണ്, മമ്മിയുടെ വയറ്റിലെ കുഞ്ഞുവാവ ഇതാണോ എന്ന്. അവന് 2 വയസ്സേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ. മോളും സുഖമായും സന്തോഷമായി ഇരിക്കുന്ന, ഒരു കുഴപ്പമില്ല. ഇവർ വേറെയാണ് താമസിക്കുന്നത്, എൻ്റെ കൂടെയല്ല. പിന്നെ മക്കളെ ഞാൻ നോക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മക്കളെ ഞാൻ നോക്കും. ഇതാണ് ഞങ്ങളുടെ മറിയക്കുട്ടി പൊന്നോമന മോൾ.